നമസ്കാരം. എൻ്റെ പേര് സ്വാതി. ഞാൻ KCT നെടുമങ്ങാടിലെ 2ാം വർഷ നാച്ചുറൽ സയൻസ് BEd വിദ്യാർത്ഥിനിയാണ്. നാം ഓപ്ഷണൽ പേപ്പറിലും ജനറൽ പേപ്പറിലുമൊക്കെ പഠിച്ചതും പഠിച്ചുകൊണ്ടിരിക്കുന്നതുമായ റൂബ്രിക്സ് എന്ന ടോപ്പിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യാനാണ് ഞാനിന്ന് ആഗ്രഹിക്കുന്നത്. അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു ചിത്രത്തിലേക്ക് നോക്കിയാലോ. 2 കുട്ടികൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. പഠിക്കുന്നതിനിടയ്ക്ക് അവർക്ക് ഒരുപാട് ചിന്തകൾ ഉണ്ടാകുന്നുണ്ട്. ആ ചിന്തകൾ നമുക്കൊന്ന് നോക്കാം. വാട്ട് ആർ മൈ സ്ട്രെങ്ത്സ് ആൻഡ് വീക്ക്നെസ്സസ്? ഹൗ ആം ഐ ഡൂയിങ്? വാട്ട് ഈസ് റിയലി മേക്കിംഗ് മീ തിങ്ക്? ഹൗ ആം ഐ ഗോയിങ് ടു മേക്ക് ദിസ് ഇംപ്രൂവ്മെൻറ്റ്? വാട്ട് ആർ മൈ ടാർഗറ്റ്സ്? വേർ ഡു ഐ ഹാവ് ടു ഫോക്കസ് മൈ റിവിഷൻ? വാട്ട് ക്യാൻ ഐ റിമെമ്പർ ആൻഡ് അണ്ടർസ്റ്റാൻഡ്? അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കുട്ടികളുടെ മനസ്സിലുണ്ടായി വരുന്നുണ്ട്. ഞാൻ എന്തൊക്കെ അച്ചീവ് ചെയ്തു, ഇനി എന്തൊക്കെ അച്ചീവ് ചെയ്യണം, എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യണമെന്നൊക്കെയുള്ള ചിന്തകൾ കുട്ടികളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ഇവയ്ക്ക് കുട്ടികൾക്ക് കറക്റ്റായിട്ടൊരു സൊല്യൂഷൻ എപ്പോഴാണ് കിട്ടുന്നത്? ടീച്ചേഴ്സ് പേപ്പർ ഇവാലുവേറ്റ് ചെയ്ത് അവരുടെ എക്സാം പേപ്പേഴ്സ് ഇവാലുവേറ്റ് ചെയ്ത് നൽകുമ്പോഴാണ് തനിക്ക് എന്തൊക്കെ സ്ട്രെങ്ത് ഉണ്ട്, വീക്ക്നെസ് ഉണ്ട് എന്നൊക്കെ കുട്ടികൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. എക്സാംസിലും അല്ലാതെ കുട്ടികൾക്ക് കൊടുക്കുന്ന വർക്ക്സും എല്ലാം കൃത്യമായ രീതിയിൽ അസസ് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും സഹായിക്കുന്ന ഒരു ടൂൾ ആണ് റൂബ്രിക്സ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് റൂബ്രിക്? എ റൂബ്രിക് ഈസ് എ ഗൈഡ് ലൈൻ ഫോർ റേറ്റിംഗ് സ്റ്റുഡൻറ്റ് പെർഫോമൻസ്, എ കമ്മ്യൂണിക്കേഷൻ ടൂൾ. എ റൂബ്രിക് is scoring tool that lists the criteria or what counts for a piece of work. An evaluation tool that describes quality of work on an range from excellent to poor. എന്താണ് റൂബ്രിക്സ്? റൂബ്രിക്സ് എന്ന് പറയുന്നത് സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസിനെ റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡ് ലൈനായിട്ട് ആക്ട് ചെയ്യുന്നു. അതൊരു കമ്മ്യൂണിക്കേഷൻ ടൂളാണ്, സ്കോറിംഗ് ടൂളാണ്, ഇവാലുവേഷൻ ടൂളാണ്. കുട്ടികളുടെ പെർഫോമൻസിനെ ഒരുപാട് ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിൽ ക്വാളിറ്റി ബേസ് ചെയ്ത് മാത്രം ഇവാലുവേറ്റ് ചെയ്യുകയാണ് റൂബ്രിക്സിൽ ചെയ്യുന്നത്. ഈ ക്വാളിറ്റി ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അതിനെ ഒരു റേഞ്ചായിട്ട് തിരിക്കാം. എക്സലൻറ്റ് ടു പുവർ, ഇങ്ങനെയുള്ള റേഞ്ചിലാണ് കുട്ടികളുടെ വർക്ക് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഗുഡ് റൂബ്രിക്സ്, ഒരു നല്ല റൂബ്രിക്സിന് എന്തൊക്കെ ഉണ്ടായിരിക്കണം? കറക്റ്റായിട്ട് ഒബ്ജക്റ്റീവ്സിനെ മെഷർ ചെയ്യാനുള്ള പാർട്സ് ഉണ്ടായിരിക്കണം. കുട്ടികളുടെ പെർഫോമൻസ്, ബിഹേവിയർ അല്ലെങ്കിൽ വർക്കിൻ്റെ ക്വാളിറ്റി, ഇതൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കറക്റ്റായിട്ടുള്ള ടൂൾസ് ഇതിലുണ്ടായിരിക്കണം. ആർ ലേബിൾ, വാലിഡ്, ഫെയർ, പിന്നെ നാം ചെയ്യുന്ന വർക്കുമായിട്ട് കംപ്ലീറ്റ്ലി കണക്റ്റഡ് ആയിരിക്കണം. ആർ പ്ലീസിങ് ടു ലുക്ക് അറ്റ്, നോക്കുന്നവർക്ക് തന്നെ കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാകണം. ഒരുപാട് ബിഗ് ആകാൻ പാടില്ല, ഒരുപാട് സ്മോൾ ആകാൻ പാടില്ല. മാത്രമല്ല വാല്യൂ ചെയ്യുന്ന ആളിന് എന്തൊക്കെ കാര്യങ്ങളാണ് തൻ്റെ ജഡ്ജ്മെൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, അതിൻ്റെ റീസൺ എന്തൊക്കെയാണ്, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് പറയാനും ഒക്കെയുള്ള സ്പേസ് ഒരു നല്ല റൂബ്രിക്സിനകത്ത് ഉണ്ടായിരിക്കണം. ഇനി എന്തൊക്കെയാണ് ഒരു നല്ല റൂബ്രിക്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബേസിക് സ്റ്റെപ്സ് നോക്കാം. ബേസിക് സ്റ്റെപ്സ് ടു ഡിസൈൻ റൂബ്രിക്സ്. ഫസ്റ്റ്, ഐഡൻറ്റിഫൈ എ ലേണിംഗ് ഗോൾ. Second, choose outcomes that may be measured with a rubric. 3, develop or adopt an existing rubric. 4, share it with students. 5, access or grade. 6, analyze and report results. ആദ്യം തന്നെ നമ്മൾ ലേണിംഗ് ഗോൾ എന്തെന്ന് മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ഒരു റൂബ്രിക്സിന് വേണമെന്നുള്ള മെഷർമെൻറ്റ് പാർട്സൊക്കെ കറക്റ്റായിട്ട് ചൂസ് ചെയ്യണം. പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മുൻപുള്ളൊരു റൂബ്രിക്സോ അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു റൂബ്രിക്സ് ഡെവലപ്പ് ചെയ്തെടുക്കുകയും ചെയ്യാം. പിന്നെ ഇത് കുട്ടികളുമായിട്ട് ഷെയർ ചെയ്യുക. ഇനി ഇതിനെ നമുക്ക് അസസ് ചെയ്യാനോ അല്ലെങ്കിൽ വർക്ക് ഇവാലുവേറ്റ് ചെയ്യാനോ ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത് ലാസ്റ്റ് ഇതിനെ അനലൈസ് ചെയ്യുകയും റിസൾട്ടൊക്കെ കറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. ദെൻ റൂബ്രിക്സിന് അഡ്വാൻറ്റേജസ് ഉണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല ടീച്ചേഴ്സിനും റൂബ്രിക്സ് കൊണ്ട് അഡ്വാൻറ്റേജ് ഉണ്ട്. ആദ്യം സ്റ്റുഡൻസിന് എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് നോക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് റൂബ്രിക്സ് സ്റ്റുഡൻസ്.
help define quality. Instructors' expectations are clear. Manners in which to meet the expectations are clear. Students can better judge and revise their own work and assist their peers. Vehicle for student feedback. Promote student or faculty. കുട്ടികൾക്ക് തങ്ങളുടെ വർക്കിലെ ക്വാളിറ്റി എന്തെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തൊക്കെ ക്വാളിറ്റീസാണ് ആ വർക്കിൽ നിന്ന് ടീച്ചർ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ടീച്ചർ എന്തൊക്കെയാണ് എക്സ്പെക്റ്റ് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കുട്ടികൾക്ക് ഒരു റൂബ്രിക്സ് വെച്ച് സ്വന്തം വർക്ക് തന്നെ ജഡ്ജ് ചെയ്യാനും പിയേഴ്സിൻ്റെ വർക്കിനെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് അസിസ്റ്റ് ചെയ്യാനും സാധിക്കുന്നു. മാത്രമല്ല കുട്ടികൾക്കൊരു ഇമ്മീഡിയറ്റുള്ള ഫീഡ്ബാക്ക് കിട്ടുന്നു. വെഹിക്കിൾ ഫോർ സ്റ്റുഡൻറ്റ് ഫീഡ്ബാക്ക്, നല്ലൊരു ഫീഡ്ബാക്ക് ലഭിക്കാൻ സാധിക്കുന്നു. ഇനി ഇൻസ്ട്രക്ടേഴ്സിന് റൂബ്രിക്സ് കൊണ്ട് എന്ത് അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് നോക്കാം. ഒബ്ജക്റ്റീവ് ആൻഡ് കൺസിസ്റ്റൻറ്റ് എമംഗ് ഓൾ സ്റ്റുഡൻസ്, ലീഡ്സ് ടു ഇൻസൈറ്റ് കൺസേണിംഗ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ഇൻസ്ട്രക്ഷൻ, clarifies criteria in specific terms, data analysis becomes easier, shows areas in need of improvement, establishes ground rules to resolve potential academic disputes. റൂബ്രിക്സ് കൊണ്ട് ടീച്ചേഴ്സിനുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് താൻ എന്ത് ഒബ്ജക്റ്റീവ്സ് ആണോ എന്ത് ഔട്ട്കം ആണോ ഉദ്ദേശിച്ചത് കുട്ടിയിൽ നിന്ന് എന്നുള്ളത് കറക്റ്റായിട്ട് കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാറിന് സാധിക്കുന്നു. താൻ എത്രമാത്രം എഫക്റ്റീവായിട്ട് ക്ലാസ് എടുത്തു എന്നുള്ളത് മനസ്സിലാക്കാൻ സാറിന് സാധിക്കുന്നു. പിന്നെ ഡേറ്റ അനലൈസിസ് ഈസി ആകുന്നു. ഓരോ സ്പെസിഫിക് ടേമിനും കറക്റ്റായിട്ടുള്ള ക്രൈറ്റീരിയ നൽകാനായിട്ട് സാധിക്കുന്നു. കുട്ടികൾക്ക് ഏതൊക്കെ പാർട്ടിലാണ് ഇമ്പ്രൂവ്മെൻറ്റ് വേണമെന്നുള്ളത് കാണിക്കാൻ സാധിക്കുന്നു. പിന്നെ കുട്ടികൾക്കിടയിലുള്ള മാർക്കിനെ വച്ചിട്ടുള്ള ബഹളങ്ങൾ ഇല്ലാതാക്കാൻ സാധിക്കുന്നു. ഇനി റൂബ്രിക്സ് 2 ടൈപ്പുണ്ട്. ഏതൊക്കെയാണ്? ഹോളിസ്റ്റിക് റൂബ്രിക്സും അനലിറ്റിക് റൂബ്രിക്സും. രണ്ടും തമ്മിൽ നല്ല വ്യത്യാസങ്ങളുണ്ട്. അതിലേക്ക് നമുക്ക് കടക്കാം. ടൈപ്സ് ഓഫ് റൂബ്രിക്സ്. അത് നമുക്ക് ഹോളിസ്റ്റിക് റൂബ്രിക്സിനെ പറ്റിയിട്ട് നോക്കാം. ഹോളിസ്റ്റിക് റൂബ്രിക്സ് കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ സ്കെയിൽ വിത്ത് ഓൾ ക്രൈറ്റീരിയ ടു ബി കൺസിഡേർഡ് ടുഗദർ. എ സിംഗിൾ സ്കോർ ഈസ് അസൈൻഡ്. ഇൻസ്ട്രക്ടർ സ്കോർ ദ ഓവറോൾ പ്രോസസ് ഓർ അസൈൻമെൻറ്റ് ആസ് എ ഹോൾ without judging component part separately. ഹോളിസ്റ്റിക് റൂബ്രിക്സിൽ എന്ന് പറയുന്നത് ഒരു സിംഗിൾ സ്കെയിൽ ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ഇൻസ്ട്രക്ടർ ആ ഒരു ഹോൾ വർക്കിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. നമുക്ക് എക്സാമ്പിളായിട്ട് ഒരു എസ്സേ തന്നെ എടുക്കാം. ഒരു എസ്സേയിൽ ടീച്ചർ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി കണക്കാക്കുന്ന കാര്യങ്ങൾ ഇൻട്രൊഡക്ഷൻ ഉണ്ടോ, കണ്ടൻറ് ഉണ്ടോ, ലാസ്റ്റ് കൺക്ലൂഡിങ് പാർട്ടുണ്ടോ, ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടോ, അതൊക്കെ ടീച്ചർ ചെക്ക് ചെയ്യും. അങ്ങനെ ഓരോ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് മാർക്ക് നൽകാതെ ആ ഒരു വർക്കിന് ഹോളായിട്ടൊരു മാർക്ക് നൽകുകയാണ് ചെയ്യുന്നത്. ഈ ഹോളിസ്റ്റിക് റൂബ്രിക്സ് ഉപയോഗിക്കുന്ന സമയം എന്ന് പറയുന്നത് ടീച്ചർ കറക്റ്റ് സ്പെസിഫിക് ആയിട്ട് ഇന്ന വർക്ക് തന്നെ വേണമെന്ന് പറയാത്തപ്പോൾ കുട്ടികളുടെ ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ് കൂടുതലായിട്ട് വേണമെന്നുള്ളപ്പോൾ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു എൻവയോൺമെൻറ്റ് ഡേ പ്രോഗ്രാമിന് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന വർക്ക്സ് ചെയ്യാൻ കുട്ടികളോട് പറയുമ്പോൾ കുട്ടികൾ ചിലപ്പോൾ പോസ്റ്റർ ഉണ്ടാക്കും, എസ്സേ ഉണ്ടാക്കും, പോയംസ് ഉണ്ടാക്കും, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കുട്ടികളുണ്ടാക്കും. അപ്പോൾ ഇതിനെയെല്ലാം ഒരേ ക്രൈറ്റീരിയ വെച്ചിട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതിനകത്ത് അതിൻ്റെ ക്വാളിറ്റിയും കണ്ടൻറ്റുമാണ് നോക്കുന്നത്. ആ വർക്കിനെ ഓവറോളായിട്ട് ആണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ടൈപ്പ് റൂബ്രിക്സിനെയാണ് ഹോളിസ്റ്റിക് റൂബ്രിക് എന്ന് പറയുന്നത്. എല്ലാം കൂടി ഇവാലുവേറ്റ് ചെയ്ത് ഒരു സിംഗിൾ സ്കോറാണ് നമ്മൾ നൽകുന്നത്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമാണ് അനലിറ്റിക് റൂബ്രിക്സ്. എന്താണ് അനലിറ്റിക് റൂബ്രിക്സ് എന്ന് നോക്കാം. അനലിറ്റിക് റൂബ്രിക് breaks the objective into component parts. Each portion is scored independently using a rating scale. Final score is made up of adding each component parts. അനലിറ്റിക് റൂബ്രിക്സ് ഹോളിസ്റ്റിക് റൂബ്രിക്സിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ആ ഒരു വർക്കിനെ കമ്പോണൻറ്റ് പാർട്സായിട്ട് തിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ ഒരു എസ്സേ ഇവാലുവേറ്റ് ചെയ്യുകയാണ്. ഇൻട്രൊഡക്ഷൻ, കൺക്ലൂഷൻ, ബോഡി, ഗ്രാമർ മിസ്റ്റേക്ക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അതിനെല്ലാത്തിനും സെപ്പറേറ്റ് മാർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. പിന്നെ ഈ എല്ലാ മാർക്കും കൂടെ ഒരുമിച്ച് ആഡ് ചെയ്താണ് ആ വർക്കിനുള്ള ഹോൾ മാർക്ക് കണ്ടെത്തുന്നത്. നെക്സ്റ്റ് നമുക്ക് ഹോളിസ്റ്റിക് റൂബ്രിക്സിനെ പറ്റിയിട്ട് കുറച്ചുകൂടെ വിശദമായിട്ട് നോക്കാം. അതിനുള്ള ടെംപ്ലേറ്റ്സ് എന്തൊക്കെയെന്ന് നോക്കാം.
ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഹോളിസ്റ്റിക് റൂബ്രിക്സിന് വേണ്ടിയിട്ടുള്ള ടെംപ്ലേറ്റാണ്. ഒരു വർക്കിന് അതിന് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. വർക്കിന് ആകെ കൊടുക്കാൻ പറ്റുന്ന മാർക്ക് 5 മാർക്കാണ്. അപ്പോൾ ഈ 5 മാർക്ക് കൊടുക്കണമെങ്കിൽ അവിടെ എന്ത് ക്രൈറ്റീരിയ വേണം എന്നുള്ളതാണ്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ആ പ്രോബ്ലത്തിന് അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കണം കുട്ടി. പിന്നെ ടീച്ചർ ആവശ്യപ്പെടുന്ന റെസ്പോൺസിന് എല്ലാ റിക്വയർമെൻറ്റ്സും കുട്ടി ആ ടാസ്കിൽ ചെയ്തിരിക്കണം. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ കുട്ടിക്ക് 5 മാർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതിൽ നിന്ന് കുറവാണെങ്കിൽ 4 മാർക്ക് കൊടുക്കുന്നു. 4 മാർക്ക് ആകുമ്പോൾ കൺസിഡറബിൾ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ പ്രോബ്ലം, പിന്നെ ഏകദേശമുള്ള റിക്വയർമെൻറ്റ്സ് എല്ലാം കുട്ടി ചെയ്തിട്ടുണ്ട്. അടുത്ത് വീണ്ടും മാർക്ക് കുറയുകയാണ്. 3 മാർക്ക് കൊടുക്കുന്നതെന്ന് പറയുന്നത് പാർഷ്യൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ പ്രോബ്ലം, പിന്നെ മോസ്റ്റ് റിക്വയർമെൻറ്റ്സ് ആ കുട്ടി ഇൻക്ലൂഡഡ്. ദെൻ 2 മാർക്ക് കൊടുക്കുന്നത് വിഷയത്തിനെ പറ്റിയിട്ട് അധികമൊന്നും കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല, എന്നാലും കുറച്ച് ടീച്ചർ ആവശ്യപ്പെടുന്ന റിക്വയർമെൻറ്റ്സ് അതിൽ ഏകദേശം ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിന് 2 മാർക്ക് കൊടുക്കുന്നുണ്ട്. ദെൻ 1 മാർക്കെന്ന് പറയുന്നത്, അപ്പോൾ നമുക്കറിയാം 1 മാർക്കെന്ന് പറയുന്നത് 5 മാർക്കുള്ള വർക്കിന് 1 മാർക്കെന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ മാർക്കാണ്. 1 മാർക്കെന്ന് പറയുന്നത് കുട്ടി ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുകയും കാര്യത്തെ പറ്റിയിട്ട് ചെറുതായിട്ടുള്ള രീതിയിൽ ഒന്ന് തനിക്കറിയാവുന്ന രീതിയിൽ കുട്ടി ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുകയും വർക്ക് ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ നോക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്കവിടെ 1 മാർക്ക് കൊടുക്കാം. ഇനി 0 മാർക്കെന്ന് പറയുന്നത് കുട്ടി ആ വർക്ക് അറ്റൻഡ് ചെയ്യാനേ ശ്രമിച്ചിട്ടില്ല, നോ റെസ്പോൺസ്, അപ്പോൾ 0 മാർക്ക്. ഇതാണ് ഹോളിസ്റ്റിക് റൂബ്രിക്സിന് വരുന്ന ക്രൈറ്റീരിയാസ്. ഹോളിസ്റ്റിക് റൂബ്രിക്സിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നോക്കാം. അഡ്വാൻറ്റേജസ്: emphasize on what the learner is able to demonstrate rather than what he or she cannot do. Saves time by minimizing the number of decisions raters make. Can be applied consistently by trained raters, increasing reliability. ഹോളിസ്റ്റിക് റൂബ്രിക്സിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ കുട്ടി എന്തൊക്കെ അറ്റൻഡ് ചെയ്യാൻ കുട്ടിക്ക് പറ്റിയിട്ടില്ല എന്നതിനേക്കാളും കുട്ടി ആ വിഷയത്തിനെ എങ്ങനെ സമീപിച്ചിരിക്കുന്നു, എന്തൊക്കെ കാര്യങ്ങൾ അവൻ അവിടെ ചെയ്യാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഹോളിസ്റ്റിക് റൂബ്രിക്സിൽ നോക്കുന്നത്. മാത്രമല്ല കുറച്ച് ടൈം സേവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഹോളിസ്റ്റിക് റൂബ്രിക്സ് എന്ന് പറയുന്നത്. നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള റൈറ്റേഴ്സിനെ സമീപിക്കുകയാണെങ്കിൽ നമുക്ക് വർക്കെല്ലാം പെട്ടെന്ന് റിലയബിലിറ്റിയോടെ ഇവാലുവേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നു. പക്ഷേ ഇതിന് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഡിസഡ്വാൻറ്റേജ് നോക്കാം. ഡസ് നോട്ട് പ്രൊവൈഡ് specific feedback for improvement. When student work is at varying levels spanning the criteria points, it can be difficult to select a single best description. Criteria cannot be weighed. ഒരു ഹോളിസ്റ്റിക് റൂബ്രിക്സ് ഉപയോഗിച്ചുകൊണ്ട് കുട്ടിക്ക് കറക്റ്റായിട്ടുള്ളൊരു ഫീഡ്ബാക്ക് കൊടുക്കാൻ സാധിക്കില്ല. എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യണമെന്നുള്ള ഫീഡ്ബാക്ക് കൊടുക്കാൻ സാധിക്കില്ല. മാത്രമല്ല വേരിയസ് ക്രൈറ്റീരിയൻ പോയിൻറ്റ്സ് അവിടെ ഉപയോഗപ്പെടുത്താത്തത് കൊണ്ട് തന്നെ എന്തൊക്കെ കുട്ടി ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അതിനെങ്ങനെ മാർക്ക് അസൈൻ ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്നു. ക്രൈറ്റീരിയ കറക്റ്റായിട്ട് വെയിറ്റ് ചെയ്തിട്ടില്ല. ഇനി ഇതുപോലെ നമ്മൾ പറഞ്ഞാണ് അനലിറ്റിക് റൂബ്രിക്സ്. അനലിറ്റിക് റൂബ്രിക്സിലേക്ക് കടക്കാം. കണ്ടല്ലോ ഹോളിസ്റ്റിക് റൂബ്രിക്സും അനലിറ്റിക് റൂബ്രിക്സും തമ്മിലുള്ള വ്യത്യാസം. ഹോളിസ്റ്റിക് റൂബ്രിക്സിൽ എന്ന് പറയുന്നത് സ്കോറും ഡിസ്ക്രിപ്ഷനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അനലിറ്റിക് റൂബ്രിക്സിൽ ഓരോ ക്രൈറ്റീരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ലെവൽസായിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ലെവലാണ് ബിഗിനിങ്, ഡെവലപ്പിംഗ്, അക്കംപ്ലിഷ്ഡ്, എക്സാംപിൾ എന്ന് പറഞ്ഞ് മുകളിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്കത് വേണമെങ്കിൽ വേർഡ്സ് ഉപയോഗിച്ച് മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമ്പേഴ്സ് 1 2 3 എന്ന് അങ്ങനെ ലെവൽ മാർക്ക് ചെയ്യാം. വേർഡ്സ് ഉപയോഗിച്ചാകുമ്പോൾ പുവർ, ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്, എക്സലൻ്റ് അങ്ങനെ നമുക്ക് പോകാം. അപ്പോൾ ഓരോ ക്രൈറ്റീരിയയ്ക്കും പ്രത്യേക മാർക്ക് അവിടെ കൊടുക്കുകയാണ്. കണ്ടല്ലോ, ഓരോ ക്രൈറ്റീരിയയും കൊടുക്കുന്നു. കുട്ടി അതിൽ ഏത് ലെവലാണ് അച്ചീവ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കുന്നു. അതിനനുസരിച്ചുള്ള സ്കോർ കുട്ടിക്ക് കൊടുക്കുന്നു. അവസാനം ഈ സ്കോർ എല്ലാം കൂടി ആഡ് ചെയ്ത് ഈ എല്ലാ ക്രൈറ്റീരിയയ്ക്കും ഏത് ലെവൽ വരെ കുട്ടി അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് ലാസ്റ്റ് ഒരു സ്കോർ കുട്ടിക്ക് കൊടുക്കുന്നു, എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട്. അനലിറ്റിക് റൂബ്രിക്സിനും അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അനലിറ്റിക് റൂബ്രിക്സിൻ്റെ അഡ്വാൻറ്റേജസ്:
provide useful feedback on areas of strength and weaknesses. Criterion can be weighted to reflect the relative importance of each dimension. ഏതൊക്കെ ഏരിയയിലാണ് കുട്ടിയുടെ സ്ട്രെങ്ത് വീക്ക്നെസ് എന്നുള്ളത് കറക്റ്റായിട്ടുള്ളൊരു ഫീഡ്ബാക്ക് കൊടുക്കാൻ സാധിക്കുന്നു. ക്രൈറ്റീരിയ വെച്ച് കറക്റ്റായിട്ട് വെയിറ്റ് ചെയ്തത് കൊണ്ട് തന്നെ എല്ലാ ഡയമെൻഷനും എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ അനലിറ്റിക് റൂബ്രിക്സ് പ്രധാനമായി ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ കുട്ടികളുടെ അസൈൻമെൻറ്റ്, പിന്നെ പ്രോജക്റ്റ്, ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ വരുമ്പോഴാണ് അനലിറ്റിക് റൂബ്രിക്സ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ഇനി അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയെന്ന് നോക്കാം. ടേക്ക് മോർ ടൈം ടു ക്രിയേറ്റ് ആൻഡ് യൂസ് ദാൻ എ ഹോളിസ്റ്റിക് റൂബ്രിക്. Unless each point for each criterion is well defined, raters may not arrive at the same score. ഹോളിസ്റ്റിക് റൂബ്രിക്സിനെ അപേക്ഷിച്ചിട്ട് ഇത് കൺസ്ട്രക്റ്റ് ചെയ്യാനും കുട്ടികൾക്ക് മാർക്ക് അസൈൻ ചെയ്ത് കൊടുക്കാനും വളരെ ടൈം എടുക്കും. മാത്രമല്ല റേറ്റേഴ്സിന് കറക്റ്റായിട്ട് ക്രൈറ്റീരിയ ഒന്നും മാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ റേറ്റേഴ്സിന് കൺഫ്യൂഷൻ ഉണ്ടാകും എവിടെയൊക്കെ എങ്ങനെയൊക്കെ മാർക്ക് കൊടുക്കണം എന്നുള്ളത്. ഇത്രയുമാണ് ഹോളിസ്റ്റിക് റൂബ്രിക്സും അനലിറ്റിക് റൂബ്രിക്സും. പിന്നെ എന്താണ് റൂബ്രിക്സ് എന്നൊക്കെ ഉള്ളത്. ഇനി ഓരോ വർക്കിനും വേണ്ടിയിട്ടുള്ള റൂബ്രിക്സ് നമുക്ക് നോക്കാം. റൂബ്രിക്സ് ഫോർ വേരിയസ് വർക്ക്സ്. ഇത് ഞാനിപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് എസ്സേസിന് വേണ്ടിയിട്ടുള്ള ഒരു റൂബ്രിക്സാണ്. അതിൽ കൊടുത്തിട്ടുള്ള കാറ്റഗറി ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത് കണ്ടല്ലോ. ഇൻട്രൊഡക്ഷൻ ഉണ്ട്, ഫോക്കസ് ഓൺ ടോപ്പിക്, സപ്പോർട്ട് ഫോർ ടോപ്പിക്, കൺക്ലൂഷൻ, ഗ്രാമർ, സ്പെല്ലിംഗ്. ഇതൊക്കെയാണ് ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത്. അത് ഓരോ ലെവലായിട്ട് കൊടുത്തിട്ടുണ്ട്. 4 ലെവലുണ്ട്. അപ്പോൾ ഓരോ ലെവലിലും എങ്ങനെയൊക്കെ കുട്ടി ചെയ്തിട്ടുണ്ടെന്ന് നോക്കിയിട്ടാണ് സ്കോർ കൊടുക്കുന്നത്. അടുത്ത റൂബ്രിക്സ് ഫോർ അസൈൻമെൻറ്റ്. ഒരു അസൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള റൂബ്രിക്സ്. അതിലും ഇതുപോലെ തന്നെ ഓർഗനൈസേഷൻ ക്രൈറ്റീരിയാസ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ, ലെവൽ ഓഫ് കണ്ടൻറ്റ്, ഡെവലപ്മെൻറ്റ്, ഗ്രാമർ ആൻഡ് മെക്കാനിക്സ്, സ്റ്റൈല്, ഫോർമാറ്റ്, ഇതൊക്കെയാണ് അസൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയാസ്. നമുക്ക് ക്രൈറ്റീരിയ ടീച്ചറിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാവുന്നതാണ്. ടീച്ചറിൻ്റെ ഇഷ്ടത്തിനും മാർക്കിനും അനുസരിച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അവിടെ ലെവൽസ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഇൻഅഡിക്വേറ്റ്, അഡിക്വേറ്റ്, എബോ ആവറേജ്, എക്സാംപ്ലറി. അങ്ങനെയാണ് ഞാൻ അവിടെ ലെവൽസ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് മാർക്ക് കൊടുക്കാം. ഇനി റൂബ്രിക്സ് ഫോർ ഡിബേറ്റ്. ആ ഡിബേറ്റിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ക്രൈറ്റീരിയാസ് ശ്രദ്ധിക്കും. റെസ്പെക്ട് ഫോർ അതർ ടീം, ഇൻഫോർമേഷൻ, റിബ്യൂട്ടൽ, യൂസ് ഓഫ് ഫാക്ട്സ് ആൻഡ് സ്റ്റാറ്റിക്സ്, ഓർഗനൈസേഷൻ, അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ടോപ്പിക്, പ്രസൻറ്റേഷൻ സ്റ്റൈൽ. ഒരു ഡിബേറ്റ്, ഒരു നല്ല ഡിബേറ്റ് എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ക്രൈറ്റീരിയാസ് നമ്മൾ നോക്കിയിട്ടുള്ളത്. അത് 5 ലെവലായിട്ട് കൊടുത്തിട്ടുണ്ട്. മാർക്ക് കൊടുക്കാനുള്ള സ്ഥലവും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ കൊടുക്കാം. റൂബ്രിക്സ് ഫോർ പ്രോജക്റ്റ്. പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള റൂബ്രിക്സിൽ കൊടുത്തിട്ടുള്ള ക്രൈറ്റീരിയാസ് നോക്കാം. എൻഗേജ്മെൻറ്റ് വിത്ത് ദ ടോപ്പിക്, സ്പെല്ലിംഗ്, പങ്ക്ച്വേഷൻ ആൻഡ് ഗ്രാമർ, എക്സ്പ്ലനേഷൻസ്, ഓർഗനൈസേഷൻ ആൻഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഡേറ്റ, അണ്ടർസ്റ്റാൻഡിംഗ് ഡെവലപ്ഡ്, presentation, design and layout features, links and transitions, ഒറിജിനാലിറ്റി ആൻഡ് ക്രിയേറ്റിവിറ്റി, വർക്ക് റിക്വയർമെൻറ്റ്സ്. ഇതൊക്കെയാണ് നമുക്ക് ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് കൊടുക്കാമെന്നുള്ള റൂബ്രിക്സിലെ ക്രൈറ്റീരിയാസ്. അവിടെ വാവ്, വെൽ ഡൺ, അക്സെപ്റ്റബിൾ, നോട്ട് എറ്റ്, ദെയർ എറ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ലെവൽസ് കൊടുത്തിട്ടുണ്ട്. റൂബ്രിക്സ് ഫോർ സെമിനാർ. ഒരു സെമിനാറിന് വേണ്ടിയിട്ടുള്ള റൂബ്രിക്സ്: നോളജ് ആൻഡ് കണ്ടൻറ്റ്, ഓർഗനൈസേഷൻ ഓഫ് പ്രസൻറ്റേഷൻ, ബാക്ക്ഗ്രൗണ്ട് കണ്ടൻറ്റ്, മെത്തേഡ്സ്, റിസൾട്ട്, കോൺട്രിബ്യൂഷൻ ഓഫ് വർക്ക്, നോളജ് ഓഫ് സബ്ജക്റ്റ്, പ്രസൻറ്റേഷൻ സ്കില്ല്, ഗ്രാഫിക്സ്, ഇവയെല്ലാം നമുക്കവിടെ ക്രൈറ്റീരിയ ആയിട്ട് കൊടുക്കാം. ഒരു സെമിനാർ, നല്ലൊരു സെമിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഇനിയൊരു ഡിസ്കഷൻ്റെ പാർട്ടിൽ വരുമ്പോൾ അവിടെ എന്തൊക്കെ റൂബ്രിക്സ്? ടൈംലി, കൊളാബറേറ്റീവ് ആൻഡ് സിഗ്നിഫിക്കൻറ്റ്, സ്കോളർലി, ക്ലാരിറ്റി, ഗ്രാമർ, സ്പെല്ലിംഗ്, ഇവയൊക്കെ നമുക്ക് ക്രൈറ്റീരിയ ആയിട്ട് കൊടുക്കാം. ടൈമായിട്ട് അത് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് മാർക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇത്രയാണ് റൂബ്രിക്സിനെ പറ്റിയിട്ട് എനിക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.